എങ്കിലും വലിയ ആശ്വാസകരമായ പല കാര്യങ്ങളും സഭയ്ക്ക് ഈ നാളുകളിലൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നും നമ്മളാരും വിസ്മരിക്കുന്നില്ല. എന്നിരുന്നാലും ശാന്തമായൊരു അന്തരീക്ഷത്തിന് പോറലേൽപ്പിക്കുന്ന മങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ളതായ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ അത് വളരെ ദുഃഖകരവും വളരെ വേദനാജനകവുമാണ്. നമ്മുടെ അയൽവക്കത്തുള്ള കുരിഞ്ഞിപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ നിർഭാഗ്യകരമായ ആ സംഭവം വളരെ അപലപനീയം തന്നെയാണ്. കാരണം ആ പരിശുദ്ധ ദേവാലയത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ശാന്തമായ അന്തരീക്ഷമുണ്ട്. അത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. നിയമവിധേയമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ പള്ളിയുടെ പൂർണ്ണമായ ചുമതല കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ യഹോവ സുറിയാനി സഭയ്ക്ക് പൂർണ്ണമായി നൽകിയിട്ടുള്ളതാണ്. എന്നിരുന്നാൽ കൂടിയും അവിടെ മറുവിഭാഗവും അങ്ങനെ ആരാധിച്ചു പോകുന്നതുകൊണ്ട് അതങ്ങനെ തുടരട്ടെ എന്ന് പറഞ്ഞ് ഞാനാണ് പള്ളിക്കാരോട് പറഞ്ഞത്, ഇപ്പോഴുള്ള നില തുടരട്ടെ. നിങ്ങൾ ഒരു കോടതി വിധി നമുക്ക് അനുകൂലമായിട്ട് വന്നപ്പോൾ അവരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണ്ട എന്ന് ഞാനും കൂടി അവരോട് പറഞ്ഞതനുസരിച്ചാണ് കോടതി വിധി വന്നതിന് ശേഷവും ആ സ്റ്റാറ്റസ് കോ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അതിന് ദേവാലയത്തിൽ വരുന്നവർ ഇങ്ങനെയുള്ള രീതിയിലുള്ളതായ പ്രകടനങ്ങൾ, വളരെ മോശമായ രീതിയിലുള്ളതായ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നത്. അതൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുകയുണ്ടായി. അതിന് കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ നമ്മുടെ ദേവാലയങ്ങളിൽ ഉണ്ടാകാതിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പ്രാർത്ഥന. അവിടെ പ്രയാസം അനുഭവിക്കേണ്ടി വന്ന പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ക്ലേശങ്ങളും പ്രയാസങ്ങളുമൊക്കെ നേരിടേണ്ടി വന്ന ദൈവമക്കളുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ വിശ്വാസത്തിൽ ശ്രേഷ്ഠതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം. ഇതുപോലെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് അതിനെല്ലാം സഹിഷ്ണുതയോടുകൂടി നമുക്ക് നേരിടുവാനും സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവമക്കൾ നഷ്ടപ്പെട്ടു പോയ പല ദേവാലയങ്ങളെക്കുറിച്ചും ഒക്കെ ഒത്തിരി വേദനിക്കുന്നവരാണ്. ആ വേദന കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. നിശ്ചയമായിട്ടും ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കരുത് എന്നുള്ളതായ പ്രാർത്ഥനയാണ്. കേസുകൾ ഇപ്പോഴും കോടതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമൊക്കെ കേസുകൾ വരുന്നുണ്ട്. കുരിഞ്ഞിപ്പള്ളിയുടെയും കേസുകൾ ഉടനെ ഈ കോടതി തുറന്നാൽ ഉടനെ തന്നെ ആ കേസും വരുന്നുണ്ട്. സുപ്രീം കോടതിയിൽ നിർണായകമായൊരു വിധി 2017 ശേഷം പൂർണ്ണമായും അനുകൂലമായിട്ട് കുരിഞ്ഞിപ്പള്ളിയുടെ കേസിൽ നമുക്ക് അനുകൂലമായ വിധി ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഒരു വിരുദ്ധമായിട്ടുള്ള അതിക്രമം കാണിക്കുന്നതിന് വേണ്ടി മറുവിഭാഗം തയ്യാറായിട്ടുള്ളത്. അതൊക്കെ സഭയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ കർശനമായ നിർദ്ദേശം കൊടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ക്രൈസ്തവ സഭയിലെ സഹോദരങ്ങൾ മല്ലടിക്കുന്നതും പോരടിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും ദേവാലയത്തിൻ്റെ അന്തരീക്ഷം മലീമസമാക്കുന്നതും ഒക്കെ ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വഴിവെക്കാൻ പാടില്ല. നിങ്ങൾക്കൊക്കെ അറിവുള്ള കാര്യമാണല്ലോ, അനുകൂലമായ ഒരു കോടതി വിധി ഈ 1064 പള്ളികളും 2017 വിധി അനുസരിച്ച് ആ വിധി അനുസരിച്ച് അവർക്ക് കൈമാറണമെന്നുള്ളതായ കോടതികളുടെ വിധികൾ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഓരോന്നായിട്ട് പൂത്തൃക്ക പള്ളിയൊക്കെ അങ്ങനെ പിടിച്ചുകൊണ്ടുപോയി. യഥാർത്ഥത്തിൽ കോലഞ്ചേരി പള്ളിയുടെ ഒരു കേസ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു ബ്ലാങ്കറ്റ് ഓർഡർ വന്ന് നമ്മുടെ പള്ളികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവിടെയെല്ലാം തിരികെ കയറണമെന്നുള്ള ആവശ്യം ഈ പള്ളിക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം ഒരു സംഘർഷമുണ്ടാകാതിരിക്കുവാനും സാവകാശപ്പെട്ട് അതിനെല്ലാം നിയമപരമായിട്ടുള്ള നടപടികളോടുകൂടി ആ പള്ളികളൊക്കെ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ എല്ലാ അർത്ഥത്തിലും തുടരും. ഒരു വ്യത്യാസമുള്ളത് ഓർത്തഡോക്സുകാർ ഓർത്തിരിക്കണം. നിങ്ങൾക്ക് കോടതി വിധി ലഭിക്കുമ്പോൾ വളരെ കുറച്ച് പേര് മാത്രമുള്ള ദേവാലയം, നിങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദേവാലയങ്ങൾ നിങ്ങൾക്ക് കൈക്കലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ യാക്കോബായക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നഷ്ടപ്പെട്ടു പോയ ദേവാലയം ഒരു പോലീസ് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. അത് നമ്മുടെ പ്രമാടം പള്ളിയുടെ കോടതി വിധി വന്നപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും. അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലുള്ളതായ സമീപനമൊന്നും ശരിയല്ല. എന്നാൽ ഇവിടെ പൂർണ്ണമായ സംയമനം പാലിച്ചുകൊണ്ടാണ്, ഒരു പോലീസ് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. യാക്കോബായ സഭയിലെ ദൈവമക്കൾക്ക് തങ്ങൾക്ക് അവകാശപ്പെട്ടത് തിരികെ ലഭിക്കുവാൻ പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട കോടതി ഈ വിധി നടത്തിപ്പും അതിൻ്റെ സംവിധാനങ്ങളുമൊക്കെ തെറ്റായ ഒരു കാര്യമാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നിശ്ചയമായിട്ടും ദൈവമക്കൾക്ക് അവകാശപ്പെട്ട തിരികെ ലഭിക്കേണ്ടത് തന്നെയാണ്. അത് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി നീതിപരമായ മാർഗത്തിലൂടെ നമ്മൾ ഇനിയും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്ക് സഭാമക്കളോട് വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കാനുള്ളത്. പുത്രിക പള്ളിക്കാരൊക്കെ എന്നോട് പറഞ്ഞു, തിരുമേനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ, ഞങ്ങൾ തിരിച്ചങ്ങ് കയറട്ടെ എന്നൊക്കെ ചോദിച്ചു. ഒന്നും മിണ്ടിയാൽ മതി, കയറും. ഒരു പോലീസ് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല ഇവിടെ ഒന്നും. അങ്ങനെയുള്ള അനേകം ദൈവാലയങ്ങളുണ്ട്. അതൊക്കെ ഓർത്തിരിക്കണം എല്ലാവരും. എന്നാൽ
സംഘർഷമുണ്ടാവാതിരിക്കാൻ, അനാവശ്യമായ കേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാവകാശപ്പെടുന്നത്. നിങ്ങൾ പ്രാർത്ഥനാപൂർവം പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ചേർന്ന് നിൽക്കണം. അല്പം സാവകാശമൊക്കെ ചില കാര്യങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് മാത്രം. എന്നാലും എത്രയോ അപകടകരമായ ഒരു ഘട്ടത്തിൽ നിന്നുമാണ് ഇന്നിൻ്റെ സാഹചര്യത്തിലേക്ക് സർവശക്തനായ ദൈവം ഈ പരിശുദ്ധ സഭയെ നയിക്കുന്നത്, നമ്മെ നടത്തുന്നത് എന്നുള്ളത് ഓർത്ത് നിങ്ങൾ ദൈവസന്നിധിയിൽ വിനയമുള്ളവരായി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. നീതിയുക്തമായിട്ട് ലഭിക്കേണ്ടത് നമുക്ക് ലഭിച്ചേ മതിയാകൂ. അതിനുവേണ്ടിയുള്ള പോരാട്ടം തുടരും. കാരണം അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അവകാശങ്ങൾ നിഷേധിക്കുക എന്നുള്ളത് അതൊരു നീതി നിഷേധമാണ്. നീതി നിഷേധിക്കുന്ന ഒന്നിനോട് നമ്മൾക്ക് കൂട്ടുനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. നീതിയുക്തമായി ലഭിക്കേണ്ടത് ലഭിച്ച് മതിയാകൂ. അതിനുവേണ്ടി പരിശുദ്ധ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ എന്നും ഒരുമിച്ച് ചേർന്ന് നിന്ന് നിലകൊള്ളുമെന്ന് തന്നെയാണ് സഭയ്ക്ക് പറയുവാനുള്ളത്. ശാന്തതയോടുകൂടി, സമാധാനത്തോടുകൂടി, നീതിയുക്തമായി കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ഒരു പുതിയ ഗവൺമെൻറ് ഈ വരും ദിവസങ്ങളിൽ കേരളത്തിൽ വരികയാണല്ലോ. നിശ്ചയമായിട്ടും പുതിയ ഗവൺമെൻറ്റിൻ്റെ രൂപീകരണം നീതിയുക്തമായി കേരള സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുവാനും ദേശത്തിൻ്റെ ഉയർച്ചയ്ക്കും പുരോഗതിക്കും വളർച്ചയ്ക്കും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷയ്ക്കും സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിനുമൊക്കെ വേണ്ടി പ്രവർത്തിക്കുവാൻ പുതിയ ഗവൺമെൻറ്റിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പുതിയതായിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും സാന്ദർഭികമായിട്ട് ഈ സമയത്ത് നേരുകയാണ്. വളരെ കാലം നീണ്ടുനിന്ന ഒരു കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ന് ഈ പുതിയ ഗവൺമെൻറ്റിൻ്റെ വിജയം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. എല്ലാ ആശംസകളും നൽകുന്നു. പരിശുദ്ധ സഭയുടെ വിഷയത്തിലും ഈ UDF സർക്കാർ ചുമതലയിൽ വരുമ്പോൾ അവർക്കും ഈ വിഷയത്തിൽ നീതിയുക്തമായ ഒരു പരിഹാരമുണ്ടാവുന്നതിന് വേണ്ടിയിട്ട് അവരും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും വരുന്ന ഗവൺമെൻറ് ഓരോ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ നമുക്ക് വീണ്ടും പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി നമുക്ക് ചേർന്ന് നിൽക്കാം. നീതി നിഷേധിക്കപ്പെട്ട സഭാവിശ്വാസികൾക്ക് നീതി ഉറപ്പാക്കുവാൻ വേണ്ടുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കോടതികളിലൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന നീതി ലഭ്യമാകുവാൻ വേണ്ടുന്ന തരത്തിലൊക്കെ നമ്മൾ തുടർന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ തുടരും എന്നുള്ള കാര്യവും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിശുദ്ധ ദിനത്തിൽ, ഈ പരിശുദ്ധ സഹദായുടെ ഓർമ്മ പെരുന്നാളിൽ, ഈ പള്ളിയുടെ ജൂബിലി വർഷത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടിയും കൂടി ചെയ്യുവാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായിട്ടും നടത്തിയവനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹ്യമായ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ളതായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സാന്നിധ്യം ഈ സമൂഹത്തിൽ കൂടുതലായി വിളിച്ചറിയിക്കുവാൻ ജൂബിലി വർഷം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആയുധത്തമ്പരാനപ്പെട്ട അമ്മയുടെയും നമ്മുടെ കാവൽ പിതാവായ മോർ ഗീവറിയ സഹതായുടെയും വിലയേറിയ മധ്യസ്ഥത പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ.